Good morning, teacher. Hi, my friends. Good morning, friends. My name is Mami S. Arjun. Thank you. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. കളറിങ് എല്ലാതും കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിലൊരു ജസ്റ്റ് സ്റ്റാപ്ലർ ഏരിയ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല മോളെന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മിസ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, മക്കൾക്ക് കഴിയുന്നത് എന്താണോ അത് കൊടുത്ത് വിട്ടാൽ മതിയെന്ന്. അത് അവിടുത്തെ ഒരുവിധ എല്ലാ ഫങ്ഷനും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ക്യാഷൊന്നും കൊടുത്ത് അങ്ങനെയൊന്നും വാങ്ങിക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മക്കൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അത് നിർബന്ധിക്കുകയില്ല. പറ്റുന്നവരാരൊക്കെയാണോ അവർ മാത്രം ചെയ്താൽ മതി എന്ന് പറയും. അതിപ്പോൾ ഇനി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ബേക്കറി ഐറ്റംസോ ചോക്ലേറ്റോ അങ്ങനെ ഒന്നും നമുക്ക് കൊടുത്തു വിടാൻ പാടില്ല. എന്താണോ നമ്മൾ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അത് നിർബന്ധമായിട്ടും അതന്നെ കൊടുത്തു വിടാൻ ശ്രമിക്കണം എന്നാണ് മിസ് എപ്പോഴും പറയാറ്. അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ ആളെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളെ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ മോർണിംഗ് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തുളസിക്കതിരുണ്ടല്ലോ, ഇത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് ഒരുപാട് എൻ്റെ നിന്ന് സെയിലായി പോയിട്ടുണ്ട്. പ്യുവർ ഖാദി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. കൊടുക്കുന്നതിന് മുന്നേ ലാസ്റ്റ് മിനിറ്റ് ചെക്കപ്പാണ്. അപ്പോൾ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് രാവിലെ എന്നും 8 മണിക്ക് വേണ്ടി വെച്ചാൽ ഇന്ന് ഹാഫ് ആൻ അവർ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നത്തെക്കാട്ടിലും നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ വാമിക്ക് അത്ര ഒരു ഉഷാറൊന്നുമില്ല. പിന്നെ ഇന്ന് ക്ലാസ്സൊന്നും അധികം ഉണ്ടാവില്ല, വേഗം പോരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചാർജായി പോലെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ മൂഡ് ഔട്ടായി പോകും. നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും എല്ലാം നേരത്തെ ആയതുകൊണ്ട് ആൾ കുറച്ച് മടി പിടിച്ചിരിക്കുകയാണ്. രാവിലെ മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് ഒരു ബിഗ് ടാസ്ക് അല്ലേ. എല്ലാ അമ്മമാരുടെ അവസ്ഥ തന്നെ ആയിരിക്കും മിക്ക. ചെറിയ ആൾ എണീക്കുന്നതിന് മുന്നേ തന്നെ എല്ലാതും തീർക്കണം എന്നൊക്കെ ആയിരുന്നു പ്ലാനൊക്കെ. പക്ഷെ അതൊന്നും നടക്കില്ല, ആസ് യൂഷ്വൽ. പക്ഷേ എന്നും വാമനേക്കാളുള്ള മുന്നേ എണീക്കുക ചെറിയ ആളാണ്. പിന്നെ ആളൊന്ന് സെറ്റാക്കി കിടത്തണം, എന്നിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ അമ്മളെയും കൊണ്ട് വലിയൊരു ഹെൽപ്പാണ് കേട്ടോ. അമ്മ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അമ്മയാണ് അധികം ഉണ്ടാക്കാറ്. ഞാൻ അധികം മാമിയുടെ പുറകെയും മക്കളുടെ പുറകെയും തന്നെ ആയിരിക്കും. എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെയ്യാനൊന്നും സമയം കിട്ടില്ല വേറെ. ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര ബോറടിയാണ് ഇവിടെ. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടാത്തൻ്റെ വിഷമാണ് മുഖത്ത്. ഇനി വാമി വരുന്നത് വരെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.